പണ്ടുകാലത്ത് തെക്കൻ തിരുവിതാംകൂറിനെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. അക്കാലത്ത് കൊച്ചുണ്ണി സകലരുടെയും പേടി സ്വപ്നമായിരുന്നു. എന്നാൽ സത്യവാനും മര്യാദക്കാരനും നല്ലൊരു മനസാക്ഷിക്കുടമയുമായിരുന്നു അയാളെന്ന സത്യവും മറക്കാനാവില്ല. തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ മിനയുന്ന നരനിവൻ, നാടിനുറക്കം കെടുത്തുന്ന തസ്കരൻ. ഭയം തെല്ലുമില്ലാതെ വാണവൻ, മതം പൊട്ടി നടക്കുന്ന ഒറ്റയാ. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. ഓടും തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. താൻ കൊണ്ടുവന്ന് കൊടുത്ത അരിയിൽ നിന്നും കഞ്ഞിയുണ്ടാക്കി തൻ്റെ കുഞ്ഞിന് വിളമ്പുന്ന അമ്മയെയും അത് ആർത്തിയോടെ കുടിക്കുന്ന കുഞ്ഞിനെയും കണ്ടപ്പോൾ കൊച്ചുണ്ണിക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കൊച്ചുണ്ണിയുടെ കുട്ടിക്കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. വീട്ടിൽ മുഴുപട്ടിണിയായിരുന്നു. കൊച്ചുണ്ണിയുടെ പിതാവ് ഒരു മോഷ്ടാവായിരുന്നു. അയാൾ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ആ വീട്ടിൽ അടുപ്പ് പുകയുമായിരുന്നുള്ളൂ. അങ്ങനെ 10 വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പം കഷ്ടത അനുഭവിച്ചു വളർന്ന കൊച്ചുണ്ണി 10ാം വയസ്സിൽ നാട് വിട്ടുപോയി. സ്വന്തം ദേശത്ത് നിന്ന് നടന്ന് അവൻ ഏവൂർ എന്ന ദേശത്ത് എത്തി. ഒട്ടിയ വയറുമായി ഒരു ബ്രാഹ്മണ ഭവനത്തിൽ അവൻ സമീപിച്ചു. മൂത്തൻമാവി എന്നായിരുന്നു അവിടുത്തെ ഗൃഹനാഥന്റെ പേര്. കൊച്ചുണ്ണിയുടെ അവസ്ഥ കണ്ട് അയാൾക്ക് മനസ്സലിഞ്ഞു. അയാൾ കൊച്ചുണ്ണിയോട് കാര്യങ്ങൾ തിരക്കി. ശേഷം കൊച്ചുണ്ണിക്ക് കുടിക്കാൻ അദ്ദേഹം കഞ്ഞി കൊടുത്തു. കൊച്ചുണ്ണി അത് വാങ്ങി വയറു നിറയെ കുടിച്ചു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കൊച്ചുണ്ണിയോട് ചോദിച്ചു, ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്ക് എവിടെയെങ്ങാനും താമസിക്കാനാകുമോ? അത് കേട്ട് കൊച്ചുണ്ണിക്ക് വളരെ സന്തോഷമായി. കൊച്ചുണ്ണി സമ്മതം മൂടി. മൂത്തണ്ണാവി അവനെയും കൂട്ടി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള വലിയ വീട്ടിൽ പീടികയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നടന്ന കാര്യങ്ങൾ പീടിക മുതലാളിയോട് പറഞ്ഞു. പീടിക മുതലാളിക്ക് കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ സഹതാപം തോന്നി. അദ്ദേഹം കൊച്ചുണ്ണിയെ കടയിൽ സഹായിയായി നിർത്താമെന്ന് സമ്മതിച്ചു. ആ ധിക്കാരി കൊച്ചുണ്ണിയെയും കൂട്ടരെയും കൊണ്ട് ഈ നാട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവനെ ഇനിയും വെറുതെ വിട്ടുകൂടാ, എത്രയും വേഗം പിടികൂടണം. പരാതി കൊടുത്ത് മടുത്തു. പോലീസുകാരിടയ്ക്കൊക്കെ വന്ന് റോന്ത് ചുറ്റിയിട്ട് പോകുന്നുണ്ട്. കൊച്ചുണ്ണിയെയും കൂട്ടരെയും എങ്ങനെ കിട്ടാനാണ്? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങണം. അവിടുന്ന് കൊച്ചുണ്ണി എവിടെയാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാൾ അവനും അവന്റെ മറ്റവന്മാരും കൂടി കുറെ അറുമാദിച്ചു. ഇന്നത്തോടെ തീർക്കണം അവന്റെ നിഗളിപ്പ്. ആ തെമ്മാടിയെ കിട്ടിയാൽ പിടിച്ചു കെട്ടി അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. ഈ കൊച്ചുണ്ണിയെ പിടിച്ചു തട്ടാൻ ഈ കൂട്ടത്തിൽ ഇരട്ടച്ചങ്കുള്ളവന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ വാ.
കൊച്ചുണ്ണി മോഷ്ടിക്കും, പിടിച്ചു പറിക്കും, കൊള്ളയടിക്കും. പക്ഷെ നിന്നെയൊക്കെ പോലെ പാവങ്ങളെ കൊള്ളയടിച്ചിട്ടില്ല, ചൂഷണം ചെയ്തിട്ടുമില്ല. കൊച്ചുണ്ണി ഇനിയും കക്കും. പാവങ്ങളോട് കണ്ണിൽ ചോരയില്ലാത്തവന്മാരുടെയും കൊള്ളപ്പലിശ വാങ്ങുന്നവരുടെയും കടം ചോദിച്ചാൽ തരാത്തവന്മാരുടെയും വീടുകളും കടകളും എല്ലാം ഈ കൊച്ചുണ്ണി കൊള്ളയടിക്കും. അത് തടയാൻ പറ്റുമെങ്കിൽ നീയൊക്കെ തറയും. ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോകുന്നതാണ് ബുദ്ധി. ആ കൊച്ചുണ്ണിയെ ഒറ്റയ്ക്ക് നേരിടുന്നത് തന്നെ പ്രയാസമാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ്റെ കൂട്ടുകാർ മൊത്തം ഇവിടെ തന്നെയുണ്ട്. അത് ശരിയാണ്. അവസരങ്ങൾ ഇനിയും വരും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അന്ന് ഈ പന്ന കഴിവേറിയുടെ അവസാനമായിരിക്കും. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, നാരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. പാവം കൊച്ചുണ്ണി. അവനൊരു കള്ളനായി തീരാൻ താനും ഒരു കാരണമായല്ലോ എന്ന് കൊച്ചുണ്ണി പണ്ട് ജോലി നോക്കിയിരുന്ന വലിയ വീട്ടിൽ പീഡിക മുതലാളി ഓർത്തു. തസ്കരൻ ഭയം തെല്ലുമില്ലാതെ വാണവൻ, മതം പൊട്ടി നടക്കുന്ന ഒറ്റയാ. ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയത്ത് ഈ ഊർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കുറെ ശർക്കര വാങ്ങാനായി പണവും പാത്രവും കൊടുത്ത് ഒരാളെ പീഡികയിലേക്ക് അയച്ചു. ആ സമയത്ത് പീഡികയിലുണ്ടായിരുന്ന ശർക്കര മുഴുവൻ തീർന്നിരുന്നു. മുതലാളിയുടെ വീട്ടിലുള്ള ചാടിയിൽ ആവശ്യത്തിനു ശർക്കര ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. വീട് പീഡികയുടെ അടുത്തു തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും കുറച്ച് ശർക്കരയെടുത്തു കൊണ്ടുവരാനായി മുതലാളി കൊച്ചുണ്ണിയെ അയച്ചു.